ഏതായാലും കാരുണ്യത്തിന് ഒരുപാട് മുഖങ്ങളുണ്ട്. അതിൽ വലിയ മുഖങ്ങളെയാണ് ഇന്ന് കാണിക്കുന്നത്. വലിയ സന്തോഷത്തോടു കൂടി മഞ്ചേരിയിലാണ് ഇപ്പം ഞാനുള്ളത്. പിന്നെ ആദ്യം ഈ ബിൽഡിങ്ങിനെ കുറിച്ച് പറയാം. ഇതൊരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള വിത്ത് എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന, അവരിപ്പോൾ സ്വന്തമായിട്ട് ഭൂമിയൊക്കെ മേടിച്ച് ഒരു ബിൽഡിങ്ങിലേക്ക് ഉടൻ തന്നെ പണി കഴിഞ്ഞ് മാറും. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വിത്ത് ഇങ്ങനെ ഓരോ ടെൻഷനിൽ നിൽക്കുകയായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ പൂർത്തിയാക്കണമല്ലോ. അപ്പോൾ അവർ സ്വന്തം പ്രോപ്പർട്ടി വാങ്ങിച്ചു, ബിൽഡിംഗ് ഉണ്ടാക്കി, പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിലേക്കുള്ള പിന്നെ ഈ ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വയറിങ്ങുമായി ബന്ധപ്പെട്ട സംഗതിക്കും വലിയ ടെൻഷനാണല്ലോ. കാരണം ഓരോന്നിനും പൈസ വേണമല്ലോ. അങ്ങനെയാണ് എനിക്കറിയാവുന്ന ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി മഞ്ചേരി യൂണിറ്റ് തോന്നുന്നു അല്ലേ, അതിനല്ലേ അവർ അതിൽ ആ സംഘടനക്കാരൻ്റെ ഏറ്റെടുക്കുകയാണ്. അവർ ഇന്ന് ശരിക്ക് ഇതിൽ കുറേ ജോലിക്കാരാണ്, ബാക്കി മെമ്പർമാരും ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവരുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പണമൊക്കെ ഉണ്ടാക്കുക, ഒരു ദിവസത്തെ വരുമാനം, 2 ദിവസത്തെ വരുമാനം, 3 ദിവസത്തെ വരുമാനം, ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമാനം കിട്ടേണ്ട അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് സൗജന്യമായിട്ട് വിത്തിൻ്റെ ഈ ഒരു സ്ഥാപനത്തിലുള്ള ഫുൾ വയറിങ് ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ, ഒരുപാട് പാവപ്പെട്ട വീടുകൾ, ഒരുപാട് സംഘടനകൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്ത വലിയൊരു സംഘടനയാണ് EWSCS എന്ന് പറയുന്ന യൂണിറ്റ്. അതോടൊപ്പം തന്നെ ഈ വിത്തിൻ്റെ ഭാരവാഹികളും ആ സംഘടന ആളുകൾ ഒരുമിച്ച് നിന്ന് ഹായ്, എന്തൊക്കെ സുഖമല്ല എല്ലാവർക്കും? ഓക്കെ, ഒൻപതെണ്ണായിട്ട് പരിചയപ്പെടുത്തുക. എങ്ങനെ ഇപ്പോൾ എവിടെ വിളിച്ച ആൾ മുതൽ തുടങ്ങാം. മൊയ്തീൻ ക അല്ലേ, മഞ്ചേരി. നിങ്ങൾ സംഘടനയുടെ ജില്ലാ ഭാരവാഹിയാണ്. ഇത് മഞ്ചേരി യൂണിറ്റ് അംഗമാണ്. പിന്നെ ഒരുപാട് വളരെ അർഹതപ്പെട്ട സ്ഥാപനമാണ് വിത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് രാജൻ സാറ് DD അല്ലായിരുന്നു സാറേ? DD ആയിരുന്നു. ജന്മനാൽ കാഴ്ച പരിമിതി ഒക്കെ ആണെങ്കിലും നമ്മളെക്കാളും സ്ട്രോങ് ആണ് ആള് അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും മുന്നിലാണ്. സാറിനെ നേരത്തെ വിളിച്ചിട്ടുണ്ട്. സാർ എന്തൊക്കെയാ, സുഖല്ലേ? കുഴപ്പമില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വിത്തിന്റെ ഓരോ കാര്യം വിത്ത് സ്പെഷ്യൽ സ്കൂൾ വിത്ത് സ്പെഷ്യൽ സ്കൂൾ ഫോർ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് മഞ്ചേരി എന്നാണ് അതിന്റെ മുഴുവൻ പേര്. അവിടെ 140 കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. 45 വയസ്സ് വരെയുള്ളവരുണ്ട്. അവരെങ്കിൽ ജീവിതകാലം മൊത്തം അവരിങ്ങനെ ഏറ്റെടുത്തിരിക്കുക. അത് അവിടെ ഇപ്പം 15 വർഷം പഴക്കമുള്ള കുട്ടികളൊക്കെ അവിടെയുണ്ട്. അവരെവിടെ ഞങ്ങൾ വിടുന്നില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ ചികിത്സിക്കുക, അവർക്ക് നല്ലൊരു താമസം ഒരുക്കി കൊടുക്കുക, അവരെ നമ്മൾ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുക. പിന്നെ അതിന്റെ കൂടെ തൊഴിൽ പരിശീലനവും വിദ്യാഭ്യാസവും കൊടുത്ത് ഇവിടെ ഒരു 200 മീറ്റർ അപ്പുറം, അത് വാടക കെട്ടിടത്തിലാണ്. നമ്മളെ കെട്ടിടത്തേക്ക് വരും, ഉടനെ വരണം. ഫെബ്രുവരി 1 നിങ്ങളുടെ പേര്? ഞാൻ റിജേഷ്. ഞാൻ ഈ സംഘടനയുടെ ഡിവിഷൻ പ്രസിഡന്റ് ആണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. EWSനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങള് മഞ്ചേരി യൂണിറ്റ് തന്നെ ഏകദേശം 20ഓളം വീടുകൾ ഇതുവരെ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിരിച്ചുണ്ടാക്കുന്ന സ്കൂളുകൾ, ഇതുപോലെ സന്നദ്ധ സംഘടനകൾ ഉണ്ടാക്കുന്നത്. സംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ യാതൊരു രാഷ്ട്രീയവും ഇല്ല. വെറും ഞങ്ങളെ ഇതിപ്പോ ഞങ്ങളൊരു സൗജന്യ സേവനമല്ല, ഇത് ഞങ്ങളൊരു കടമയായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. അതാണല്ലേ, അങ്ങനെയാണ്. അതെ, ഞങ്ങള് ഒരുപാട് കാലം 2018 മുതൽക്ക് ഇങ്ങോട്ട് EWSനെ അറിയാതെ ജില്ലാ കളക്ടർ വരെ അനുമോദിച്ച ഒരു സംഘടന. ഞങ്ങൾ ഈ ഒരു മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചാരിറ്റി മേഖലയിൽ ഇങ്ങനെ ഇത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംഘടനയായിട്ട് വിഭാവനം ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. അതായത് ഒന്ന്, ഈ സഹപ്രവർത്തകർക്ക് ഒരു കൈത്താങ്ങുന്ന ഒരു പദ്ധതി ഞങ്ങളെ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് കമ്പനിക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ, ഒരുപാട് ബ്രാൻഡുകളല്ലേ. അപ്പോൾ അത്തരം കമ്പനികളിൽ നിന്നൊക്കെ നമ്മൾ ചെറിയ സാമ്പത്തിക സഹായമൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഇടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വല്ല അപകടത്തെ തുടർന്നൊക്കെ വല്ല വിശ്രമമൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക ആശ്വാസം ഞങ്ങളെ സംഘടന ജില്ലാ കമ്മിറ്റി തലത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സസ്നേഹം എന്ന് പറഞ്ഞൊരു മെഗാ പദ്ധതി ഉണ്ട്. അതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൽ ഞങ്ങളുടെ ഒരു മെമ്പർ മരണപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുടുംബത്തെ ഞങ്ങൾ ഈ സംഘടന ചേർത്ത് പിടിക്കും. ആ കുടുംബത്തിന് ഒരു 60 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഒരു 3 ലക്ഷം രൂപ കളക്ട് ചെയ്ത് കൊടുക്കും. ഈ അവസരത്തിൽ വിത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. ഞങ്ങള് 2010 ആരംഭിച്ച സ്ഥാപനമാണിത്. ഞങ്ങൾ ഈ നാട്ടിലെ സുമനസ്സുകളായ ആളുകളുടെ സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇത്ര കാലവും വാടക കെട്ടിടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സഫലീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോഴും ഞങ്ങൾ നല്ലൊരു ഭീമമായ സംഖ്യ കടത്തിലാണ്. പിന്നെ നമ്പർ ഒന്ന് പറഞ്ഞ് ബന്ധപ്പെടാൻ 904800
6644. അതിലേക്ക് ഇത് വിത്തിന്റെ ഒഫീഷ്യൽ നമ്പർ അല്ലേ? ആർക്കെങ്കിലും വിത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വിത്തിനെ ചേർത്ത് പിടിക്കട്ടോ, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക. ഇനി എന്താണ് ഷോർട്ടേജ് ഉള്ളത്? ഇതിന് അർജന്റായിട്ട് വേണ്ട ചുറ്റുമതിലാണ് അത്യാവശ്യമുള്ളത്. അർജന്റ് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പോൺസർ ചെയ്യട്ടോ. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫിസിയോതെറാപ്പി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു സൗകര്യം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്തും ചെയ്യാൻ വിളിക്കാം. നോക്കി നിങ്ങള് പിന്നെ എങ്ങനെ ഒരാഴ്ച കൊണ്ട് തീർത്തു കൊടുക്കുന്ന ഇതിന്റെ വയറിങ്, അത് അത്ഭുതമുള്ള എങ്ങനെ സാധിക്കുക? എന്താ മതി പറഞ്ഞേ? ഓക്കെ, വിത്തൗട്ട് ഫുഡും വേണ്ട. അടിപൊളി. ഏതായാലും സന്തോഷം. അവരോട് എന്താണ് മാഷേ ഒരിക്കലും തീരാത്തൊരു കടപ്പാടും നന്ദി. കാരണം നമ്മളിപ്പോ ഒരു കൂലിക്ക് ഒരാളെ നിർത്തണമെങ്കിൽ ഇപ്പൊ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ പോയിന്റിനാണല്ലോ കൂലി, ഒരു സ്വിച്ചിന് അങ്ങനെയാണല്ലോ. ശരിക്ക് ഒന്നും കൈപ്പറ്റാതെ ഞങ്ങൾ സൗഹൃദത്തിന്റെ പേരിലും നമ്മുടെ ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്. ആ ഷിഹാബുദ്ദീൻ വഴി ഞങ്ങൾ ഇവരെ ബന്ധപ്പെട്ടു. അങ്ങനെ 100% ഷംസുദ്ദീൻ, ഷിഹാബുദ്ദീൻ അല്ല ഷംസുദ്ദീൻ, അങ്ങനെ അദ്ദേഹത്തിലൂടെ ഞങ്ങൾ പറഞ്ഞോളെ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മൂസിൻ. അന്ന് ഈ സംഘടനയുടെ മഞ്ചേരി യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഈ ആവശ്യം ഞാൻ മൂസിനോട് അറിയിക്കുകയും എന്തെങ്കിലത് ഈ ആവശ്യം ഞാൻ മൂസിനോട് അറിയിക്കുകയും അതേസമയം തന്നെ മൂസിൻ അവരുടെ കൂട്ടായ്മയെ വിളിച്ചു ചേർത്തുകൊണ്ട് ഞങ്ങൾ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ ഒരു സൽപ്രവർത്തി ഞങ്ങൾ ചെയ്യുമെന്ന് അന്ന് തന്നെ ഉറപ്പ് വന്നു. ഇത് അപ്പോട്ടൻ, ഞാൻ പേര് നോട്ട് ചെയ്തു. എനിക്ക് മുൻപേ അറിയാൻ വന്നപ്പോ തന്നെ ലുക്ക് ഉണ്ടപ്പോ അപ്പോട്ടനെ മനസ്സിലായി. മഞ്ചേരി തുറക്കല്. നിങ്ങളെ പേര് കൺഫ്യൂഷൻ പറഞ്ഞേട്ടാ. സഫീർ മുട്ടിപ്പാലം. മുട്ടിപ്പാലം മഞ്ചേരി ഡിവിഷന്റെ എക്സിക്യൂട്ടീവ്. ഇപ്പൊ ഇവിടെ വർക്കിലാണ്. നോക്കി നിങ്ങള് വലിയൊരു മനസ്സാട്ടോ. അതൊക്കെ ചെറിയ കാര്യമല്ലല്ലോ. വേറെ വർക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ പേര് സതീഷ്. സതീഷ് അല്ലേ? നമ്പറാണ്. സന്തോഷം. വർക്കിനടിയിലാണ് അല്ലേ? വലിയ നല്ലതാട്ടോ, സന്തോഷം. നിങ്ങള്? പ്രകാശ് ഭായ് ഈ വാർഡിലെ പ്രസിഡന്റാണ്. ഓക്കെ, കോൺഗ്രസ് പ്രസിഡന്റ്. ഞാൻ സ്കൂളിന്റെ മെമ്പറാണ്, വിത്തിന്റെ മെമ്പറാണ്. പേര്? അനീസ് ഭായ്. ഞാൻ മെമ്പറാണ്, വാർഡ് ഒക്കെ നേതാക്കന്മാരാട്ടോ. ഓക്കെ, ഞാൻ ഈ സ്കൂളിന്റെ ചെയർമാനാണ്. വിത്തിന്റെ ചെയർമാൻ. പേര്? സലീം മഠത്തിലെ. പേര്? എന്റെ പേര് മുജീബ് മുട്ടിപ്പാലം. ഞാൻ മഞ്ചേരി നഗരസഭയിലെ 32ാം വാർഡിലെ കൗൺസിലറാണ്. ഈ വിത്ത് സ്പെഷ്യൽ സ്കൂളിന്റെ ഒരു കമ്മിറ്റി ഭാരവാഹിയും കൂടിയാണ്. ഹാപ്പിയാണ്. ഞങ്ങള് പിന്നെ ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം ഒരുപാട് വിത്ത് സ്പെഷ്യൽ സ്കൂളിന് ഒരുപാട് കാലങ്ങളായിട്ട് വാടക കെട്ടിടത്തിലായിരുന്നു. മാഷ കീഴിൽ നമ്മളെ ചെയർമാൻ, പ്രിയങ്കരനായ ചെയർമാൻ സലീം മഠത്തിന്റെ കീഴിൽ ഞങ്ങൾ ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ഇത് ഇത്രയാക്കിയത്. ഇതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.